Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയില് മലയാളം സെന്റൻസുകൾ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യലും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷിലെ വളരെ വലിയ ടോപ്പിക് ആയിട്ടുള്ള ടെൻസസും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ടെൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാനിവിടെ ഒരു പുതിയൊരു മെത്തേഡിലൂടെയാണ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നത്. കാരണം മിക്കവർക്കും പ്രോബ്ലം വരുന്നത് ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യണോടത്താണ് ബുദ്ധിമുട്ട് കണ്ടേക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സെന്റൻസുകൾ ഫോം ചെയ്യാനും മലയാളത്തിലെ സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും എൻ്റെ ഈ ക്ലാസ്സസ് നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലെ 9th വീഡിയോ ആണ് ഇത്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ 8 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓർഡറിൽ തന്നെ വീഡിയോസ് കാണാൻ മാക്സിമം ട്രൈ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ടെൻസ് ആണ് പഠിച്ചത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? വെർബിന്റെ കൂടെ ing ഉണ്ടാവും എന്ന് നമുക്ക് ഓർമ്മ വന്നു. അപ്പൊ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? വെർബിന്റെ തേർഡ് ഫോം എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചതാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാ നമ്മൾ എഴുതിയത്? ഇപ്പോ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ എങ്ങനെ എഴുതിയത്? ഐ ഹാവ് റിട്ടൺ. അവൾ എഴുതിയിട്ടുണ്ടെന്ന് എങ്ങനെ പറഞ്ഞത്? ഷീ ഹാസ് റിട്ടൺ. അപ്പോ ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോ എന്താണ് വ്യത്യാസം എന്നറിയോ? ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ എഴുതേണ്ടത് ഹാഡ് ആണ്. പിന്നെ എന്താണ്? പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വെർബിന്റെ തേർഡ് ഫോം ആണ് എഴുതേണ്ടതെന്ന്. അപ്പൊ ഇതേ സെന്റൻസ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ ഹാഡ് റിട്ടൺ, ഷീ ഹാഡ് റിട്ടൺ എന്ന് വരും. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പെർഫെക്റ്റ് ടെൻസിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ ഇതുവരെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ ഒരു ലൈൻ വരച്ചേക്കുന്നത് കണ്ടോ? ആ ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് പ്രസന്റ് എന്ന് പറയുന്നത്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം. അപ്പൊ പ്രസന്റിന് മുൻപ് നടന്നതെല്ലാം എന്താണ്? ഭൂതകാലത്തിൽ നടന്നതാണ്. നമ്മൾ ഇംഗ്ലീഷില് പാസ്റ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ എപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക? പാസ്റ്റിൽ നടന്ന 2 പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. അതായത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ 2 പ്രവൃത്തികളെ കുറിച്ച് പറയാൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഏത് പ്രവൃത്തിയാണ് ആദ്യം കഴിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആദ്യം നടന്നത് എന്താണ്? ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ട്രെയിൻ പോയതാണ് ആദ്യം നടന്നത്. അപ്പൊ നമ്മള് ആദ്യം എഴുതാന്ന് വിചാരിക്കേ, ദ ട്രെയിൻ ലെഫ്റ്റ്. ട്രെയിൻ പോയി, ദ ട്രെയിൻ ലെഫ്റ്റ് എന്ന് എഴുതി. അടുത്ത ഭാഗത്ത് അടുത്ത പോയിന്റിൽ നമ്മൾ എഴുതുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എഴുതാന്ന് വിചാരിക്കേ, വി റീച്ച്ഡ് എന്ന് എഴുതാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ വി റീച്ച്ഡ് ദി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് വി റീച്ച്ഡ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഈ 2 കാര്യങ്ങൾ നമ്മളൊരു സുഹൃത്തിനോടോ ആരോടെങ്കിലും പോയി പറയാന്ന് വിചാരിക്കേ, ദ ട്രെയിൻ ലെഫ്റ്റ്, വി റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു മെസ്സേജ് കൺവേ ആവുന്നില്ല. ഏത് പ്രവൃത്തിയാണ് ആദ്യം കംപ്ലീറ്റ് ആയത് എന്ന് അവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയാ? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ഇത് ഇംഗ്ലീഷിലാവുമ്പോ നമ്മൾ എങ്ങനെയാ പറയാ? അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം കഴിഞ്ഞ പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വേണം എഴുതാൻ. അപ്പൊ ഇവിടെ ട്രെയിൻ പോയതാണ് ആദ്യം നടന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ദ ട്രെയിൻ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹാഡ് യൂസ് ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ വെർബിന്റെ തേർഡ് ഫോം എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ദ ട്രെയിൻ ഹാഡ്
ലീവ് എന്നുള്ള വേർബിന്റെ തേർഡ് ഫോം എഴുതണം. ലെഫ്റ്റ് എന്നാണ്. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇനി വാട്ട്, അബൌട്ട് ഹും, ഫോർ ഹും, ഹൂസ് ഒന്നും എഴുതിയിട്ടില്ല, വൈ ഒന്നും എഴുതിയിട്ടില്ല. ഇനി നമുക്ക് എഴുതാനുള്ളത് വെൻ എന്നാണ്. എപ്പോഴാണ് ട്രെയിൻ പോയത്? ഈ ഒരു സെന്റൻസ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ വെൻ എഴുതണം എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? വെൻ. ഇനി ബാക്കിയുള്ള കാര്യം പറയാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ച് എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എഴുതാം. അപ്പോൾ വെൻ. ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? വി ആണ്. വി. ഇനി വരുന്ന സെക്കൻഡ് നടന്ന പ്രവൃത്തി നമ്മൾ എഴുതേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഞാൻ കഴിച്ചു, ഐ ഏറ്റ്. ഇനി ഞാൻ ഓടി, ഐ റാൻ. അങ്ങനെ പറയുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബിന്റെ സെക്കൻഡ് ഫോം ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നമ്മൾ എങ്ങനെ എഴുതും? വെൻ വി റീച്ച്ഡ്. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ് അർത്ഥം വരുന്നത്. വെൻ വി റീച്ച്ഡ് എവിടെയാണ്? ഇനി വേറെ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ദി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ വി റീച്ച് ദി സ്റ്റേഷൻ എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, ഞാൻ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് ജോൺ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോൺ പുറത്ത് പോയിരുന്നു. ഈ ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് പ്രവൃത്തിയാണോ ആദ്യം നടന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ജോൺ പുറത്ത് പോയതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ജോൺ എന്ന് എഴുതാം. അത് കഴിഞ്ഞ് പെർഫെക്റ്റ് ടെൻസിലല്ലേ ഇത് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ജോൺ ഹാഡ്. ഇനി പോവുക എന്ന് പറയാൻ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഗോ എന്ന് പറയും. അപ്പൊ ഗോയുടെ തേർഡ് ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ ഗോ, വെന്റ്, ഗോൺ എന്നാണ്. അപ്പൊ ഗോൺ എന്ന് എഴുതും. അപ്പൊ ജോൺ ഹാഡ് ഗോൺ. ഇനി വാട്ട് എന്ന് അബൌട്ട് ഒന്നും എഴുതിയിട്ടില്ല. വേറെ എന്നുള്ളടത്ത് നമുക്ക് എഴുതാം. എവിടേക്കാണ് ജോൺ പോയത്? പുറത്ത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ജോൺ ഹാഡ് ഗോൺ ഔട്ട് എന്ന് എഴുതാം. ആ ഒരു പ്രവൃത്തിയുടെ ഫുൾ ഭാഗം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതേണ്ടത് ബാക്കിയുള്ള ഭാഗമാണ്. അപ്പൊ അവിടെ എന്ത് പറഞ്ഞേക്കുന്നത്? ഞാൻ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പൊ മുൻപ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിൽ ഓടി വരേണ്ട വാക്ക് എന്താണ്? ബിഫോർ എന്നാണ്. ബിഫോർ. ഇനി നമുക്കൊന്നില്ലെങ്കിൽ സ്ട്രക്ചർ അനുസരിച്ച് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ സ്ട്രക്ചർ അനുസരിച്ച് ഇനി നമ്മൾ എഴുതേണ്ടത് അവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ഐ എന്ന് എഴുതാം. ഐ. ഇനി എന്താണ്? എത്തുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്തുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് റീച്ച് ആണ്. റീച്ചിന്റെ സെക്കൻഡ് ഫോം എന്താണ്? റീച്ച്ഡ് എന്നാണ്. അപ്പൊ റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ് എന്നാണ്. അതൊരു റെഗുലർ വേർബ് ആണ്. ബിഫോർ ഐ റീച്ച്ഡ് എവിടെയാണ്? ഇൻ ദി ഓഫീസ് എന്ന് പറയാം. ഓഫീസിൽ എത്തുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ജോൺ ഹാഡ് ഗോൺ ഔട്ട് ബിഫോർ ഐ റീച്ച്ഡ് ഇൻ ദി ഓഫീസ് എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അവർ വീട്ടിലെത്തുമ്പോഴേക്കും ഐസ്ക്രീം അലിഞ്ഞിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആദ്യം ഉണ്ടായത് എന്നാണ്. അപ്പൊ ഐസ്ക്രീം അലിഞ്ഞതാണ് ആദ്യം ഉണ്ടായത്. അപ്പൊ നമ്മൾ എന്താ എഴുതാ? അപ്പോ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എഴുതും ദി ഐസ്ക്രീം. ടെൻസ് എന്നുള്ളിടത്ത് നമ്മൾ എന്താ എഴുതാ? നമ്മൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഐസ്ക്രീം ഹാഡ്. അലിയുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? മെൽറ്റ് ആണ്. അതിന്റെ തേർഡ് ഫോം മെൽറ്റഡ് എന്നാണ്. മെൽറ്റ്, മെൽറ്റഡ്, മെൽറ്റഡ് എന്നാണ്. അപ്പോൾ ദ ഐസ്ക്രീം ഹാഡ് മെൽറ്റഡ്. അപ്പൊ നമ്മൾ ഐസ്ക്രീമിനെ കുറിച്ച് ഫുൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാനുള്ളത് എന്താണ്? അവർ വീട്ടിലെത്തുമ്പോഴേക്കും എന്നാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വാട്ട് എന്നോ ഫോർ ഹും ഒന്നും എഴുതാനില്ല, വെൻ എന്നാണ് എഴുതാനുള്ളത്. അപ്പോൾ എത്തുമ്പോഴേക്കും എന്ന് പറയാൻ ബൈ ദ ടൈം. ഇനി ഇവിടെ നമുക്ക് ഹൂ എന്നുള്ള സ്ഥാനത്ത് എന്താ എഴുതാൻ പറ്റുക? അവർ എന്ന് എഴുതാൻ പറ്റും. ദേ. വീട്ടിലെത്തുമ്പോഴേക്കും എന്നാണ് പറഞ്ഞത്. ദേ റീച്ച്ഡ് എന്ന് എഴുതാം. അപ്പോൾ ദേ റീച്ച്ഡ്. ഇനി വേറെ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? ഹോം എന്ന് എഴുതാം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ദ ഐസ്ക്രീം ഹാഡ് മെൽറ്റഡ് ബൈ ദ ടൈം ദേ റീച്ച്ഡ് ഹോം എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണം, അവൻ പുറത്ത് കളിക്കാൻ പോകുന്നതിന് മുൻപ് അവൻ ഹോംവർക്ക് ചെയ്തിരുന്നു. ഇതെങ്ങനെ നമ്മൾ പറയും? അപ്പൊ ഇവിടെ ആദ്യം കഴിഞ്ഞ പ്രവൃത്തി എന്താണ്?
ഹോംവർക്ക് ചെയ്തതാണ് ആദ്യം നടന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തെഴുതാ? അപ്പൊ ഹൂ എന്നുള്ള സ്ഥാനത്ത് ആരാണ് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞത്? അവനാണ്. അപ്പൊ ഹീ എന്ന് എഴുതി. ഇനി ഹീ കഴിഞ്ഞ് നമ്മൾ എന്തെഴുതാ? ഹീ ഹാഡ് എഴുതാ. ഹീ ഹാഡ്. ഇനി ചെയ്യുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഡു ആണ്. അപ്പൊ ഡൂന്റെ തേർഡ് ഫോം. അപ്പൊ ഡു, ഡിഡ്, ഡൺ എന്നാണ്. അപ്പൊ ഹി ഹാഡ് ഡൺ. ഇനി വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? ഹോംവർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തെഴുതും? ദ ഹോംവർക്ക് എന്ന് എഴുതും. അപ്പൊ ഹി ഹാഡ് ഡൺ ദ ഹോംവർക്ക്. ഇനി എപ്പോഴാണ്? വെൻ എന്ന് മാത്രമേ നമുക്ക് ഇനി എഴുതാനുള്ളൂ. അവൻ പുറത്ത് കളിക്കാൻ പോകുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ബിഫോർ. ഇനി ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ഹീ എന്ന് എഴുതാം. ഹീ. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? വേർബിന്റെ സെക്കൻഡ് ഫോം ആണ് എഴുതേണ്ടത്. കാരണം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പുറത്തു പോവുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ഗോ ഔട്ട് എന്നാണ്. അതായത് ഇവിടെ ഗോ ഔട്ട് എന്നുള്ളൊരു വാക്ക് ഒരു ഫ്രേസൽ വേർബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രേസൽ വേർബ് എന്ന് വെച്ചാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ വാക്കുകളെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയൊരു വേർബ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് പറയാം. അപ്പൊ ടു ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോവുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഗോ എന്നുള്ളൊരു വാക്കിനെ നമ്മൾ വേർബിന്റെ സെക്കൻഡ് ഫോം ആക്കണം. വേണ്ടേ? അപ്പൊ ഗോ എന്നുള്ള വേർബിന്റെ സെക്കൻഡ് ഫോം എന്താണ്? വെന്റ് എന്നാണ്. ഗോ, വെന്റ്, ഗോൺ. അപ്പോ ഇങ്ങനെ എഴുതും നമ്മള്. ഹി went out. ഇനി നമുക്ക് എഴുതാനുള്ളത് എന്താണ്? വാട്ട് എന്ന് എഴുതാനില്ല. ഇനി ഫോർ വാട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പുറത്തു പോകുന്നത്? കളിക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പോ ടു പ്ലേ എന്ന് പറയാം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഹി ഹാഡ് ഡൺ ദി ഹോംവർക്ക് ബിഫോർ ഹി വെന്റ് ഔട്ട് ടു പ്ലേ എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണം, എന്റെ ചേച്ചി എന്നെ കാണാൻ എത്തിയപ്പോൾ ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കാണാനെത്തിയപ്പോൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കാഷ്വൽ ആയിട്ട് മീറ്റ് ചെയ്യുന്നതിനെയാണ്. അപ്പൊ കാഷ്വൽ ആയിട്ട് മീറ്റ് ചെയ്യാൻ നമ്മളൊരു ഫ്രേസൽ വേർബ് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങളത് പഠിച്ചു വെക്കുക. ഡ്രോപ്പ് ഇൻ എന്നാണ് പറയാ. അപ്പോ ഈ ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെ പറയും? അപ്പൊ ഇവിടെ ആദ്യം കഴിഞ്ഞ പ്രവൃത്തി എന്താണ്? ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കഴിച്ചിരുന്നു എന്നും നമുക്ക് പറയാം. അപ്പൊ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? ഞാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഐ എഴുതാം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഐ ഹാഡ് എന്ന് എഴുതും. ഇനി ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഈറ്റ് എന്ന് പറയുമെങ്കിലും നമ്മൾ കൂടുതൽ ഹാവ് എന്നാണ് പറയാ. അപ്പോ ഇവിടെ ഹാവ് എന്നുള്ളൊരു വേർബ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേർബിന്റെ തേർഡ് ഫോം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാവ് എന്നുള്ള വേർബിന്റെ തേർഡ് ഫോം എന്താണ്? ഹാഡ് എന്നാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ എഴുതാ? ഐ ഹാഡ് ഹാഡ്. അപ്പോ വാട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഊണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ എഴുതാം മൈ ലഞ്ച് എന്ന്. അപ്പൊ ഇവിടെ എന്തായി സെന്റൻസ്? ഐ ഹാഡ് ഹാഡ് മൈ ലഞ്ച്. അപ്പൊ ഇവിടെ രണ്ട് ഹാഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി സംശയം വരരുത് കേട്ടോ. ആദ്യത്തെ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാഡും, രണ്ടാമത്തെ ഹാഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ ഹാഡ് എഴുതിയതാണ്. ഹാവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയതാണ് ഹാഡ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഐ ഹാഡ് ഹാഡ് മൈ ലഞ്ച്. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? എന്റെ ചേച്ചി എത്തിയപ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ അപ്പോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വെൻ എഴുതണം. വെൻ മൈ സിസ്റ്റർ. ഇവിടെ ഇനി എന്റെ ചേച്ചി എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് ഹൂ എന്നുള്ള സ്ഥാനത്ത്. മൈ സിസ്റ്റർ എന്താ പറയാ? ഡ്രോപ്ഡ് ഇൻ. നമ്മൾ പറഞ്ഞു ഫ്രേസൽ വേർബ് ഡ്രോപ്പ് ഇൻ എന്നാണ്. നമ്മളത് പാസ്റ്റ് ടെൻസ്, അതായത് സെക്കൻഡ് ഫോമിലേക്ക് ആക്കുമ്പോൾ ഡ്രോപ്ഡ് എന്നാവും. അപ്പൊ ഡ്രോപ്ഡ് ഇൻ. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ ഹാഡ് ഹാഡ് മൈ ലഞ്ച് വെൻ മൈ സിസ്റ്റർ ഡ്രോപ്ഡ് ഇൻ എന്ന് വരും. ഇനി എനിക്ക് പറയണം, ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? ബെൽ അടിച്ചതാണ് ആദ്യം കഴിഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ദ ബെൽ ഹാഡ് എന്ന് എഴുതാം. ഇനി അടിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? റിംഗ് എന്നാണ്. അപ്പൊ റിംഗിന്റെ തേർഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. റിംഗ്, റാങ്, റങ് എന്നാണ്. അപ്പൊ ദ ബെൽ ഹാഡ് റങ്. എപ്പോഴാണ്? ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പോ മുൻപ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോ അപ്പൊ തന്നെ ബിഫോർ എഴുതാ. ബിഫോർ എന്താണ്? ബിഫോർ ഐ റീച്ചിന്റെ സെക്കൻഡ് ഫോം ആണ് എഴുതുക. എത്തുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എത്തുന്നതിന് മുൻപ് എന്ന് പറയാൻ ബിഫോർ ഐ റീച്ച്ഡ് എന്താണ്? ദ സ്കൂൾ എന്ന് പറയും. അപ്പോ ഇപ്പൊ നമുക്ക് എപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാമെന്ന് അറിയാം.
അതായത് പാസ്റ്റിൽ നടന്ന 2 ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസന്റിൽ പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വേറെ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാമെന്നറിയോ? ഞാൻ 8 മണിക്ക് മുൻപേ ഉറങ്ങിയിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിൽ 2 വേർബ് ഇല്ലല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ 8 മണി എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഈ ലൈനിൽ പാസ്റ്റിലുള്ള ഒരു സമയമാണ് 8 മണി, അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ്. ഇനി ആ 8 മണിക്ക് മുൻപാണ് ആ ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയും? ഇവിടെ ആദ്യം നടന്നത് എന്താണ്? ഇവിടെ ഉറങ്ങിയതാണ് ആദ്യം കഴിഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ഐ ഹാഡ്. ഇനി സ്ലീപ്പിന്റെ തേർഡ് ഫോം എന്താണ്? ഐ ഹാഡ് സ്ലെപ്റ്റ്. വെൻ എന്നുള്ളടത്ത് നമുക്ക് എന്ത് എഴുതാം? 8 മണിക്ക് മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ബിഫോർ 8, അതായത് ബിഫോർ 8 o'clock. അപ്പൊ ഐ ഹാഡ് സ്ലെപ്റ്റ് ബിഫോർ 8 o'clock എന്നാവും. അതുപോലെ തന്നെ വേറൊരു സെന്റൻസ്, 2018 മുൻപ് അവൾ ഒരു കമ്പനി തുടങ്ങിയിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? അപ്പൊ 2018 എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോയിന്റ് ഓഫ് ടൈം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ 2018 മുൻപ് അവൾ എന്താ ചെയ്തത്? ഒരു കമ്പനി തുടങ്ങിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാഡ്. അപ്പൊ തുടങ്ങുക എന്നുള്ളതിന് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുമെങ്കിലും ഇവിടെ കൂടുതൽ നല്ലത് എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എസ്റ്റാബ്ലിഷ് എന്നുള്ള വേർബിന്റെ തേർഡ് ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ്. എന്താണ് പറഞ്ഞത്? വാട്ട് എന്നുള്ളടത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒരു കമ്പനി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എ കമ്പനി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഹെർ ഓൺ കമ്പനി എന്നും പറയാം, അവളുടേതായ കമ്പനി. അപ്പൊ ഷീ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് എ കമ്പനി. ഇനി വെൻ എന്നുള്ളടത്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? 2018 മുൻപ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ബിഫോർ 2018 എന്ന് പറയാം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഷീ ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് എ കമ്പനി ബിഫോർ 2018 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് സിനിമ തുടങ്ങിയിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. കാരണം മിക്കവർക്കും പ്രോബ്ലം വരെ സെൻറ്റൻസ് കറക്റ്റായിട്ട് ഫോം ചെയ്യാനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഇഷ്ടത്തോടു കൂടി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.